കണ്ണൂർ താളിക്കാവിൽ മലിനജലം കിണറുകളിലേക്ക് ഉൾപ്പെടെ ഒഴുകിയെത്തിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോകുന്ന മലിനജലം പൈപ്പ് ലീക്കായി കിണറുകളിലേക്ക് എത്തിയെന്നാണ് സംശയം. മാലിന്യ പൈപ്പുകൾ കോർപ്പറേഷൻ അശാസ്ത്രീയമായി സ്ഥാപിച്ചതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന കിണറുകളിലെ വെള്ളമാണ് ഒരു സുപ്രഭാതത്തിൽ മലിനമായത്. വെള്ളത്തിനാകട്ടെ കടുത്ത ദുർഗന്ധവും അനുഭവപ്പെടുന്നു. കണ്ണൂർ നഗരത്തിലെ താളിക്കാവ് ഭാഗത്തെ നിരവധി കിണറുകളിലെയും കുഴൽ കിണറുകളിലെയും വെള്ളത്തിന്റെ അവസ്ഥയാണിത്. മാലിന്യം പോകുന്ന പൈപ്പ് ലീക്കായതാണ് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യമടക്കം കിണറുകളിലേക്ക് എത്താൻ കാരണമായി പറയുന്നത്. മാലിന്യം ഒഴുകിയെത്തിയതോടെ താളിക്കാവ് പ്രദേശത്തെ നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടി. കിണറുകളിലേക്ക് മാത്രമല്ല, ഓടകളിൽ നിന്ന് റോഡിലേക്കും മാലിന്യം പരന്നൊഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഈ പരിസരത്തുള്ള 10-20ഓളം കിണറുകൾ, വീടുകളിലെ കിണറുകൾ, ഹോട്ടൽ, പിന്നെ ബിനാലെ എല്ലാം വെള്ളം മോശമായിട്ടുണ്ട്. ഈ വെള്ളം മോശമായ ആ വെള്ളം തന്നെ ഇതുവരെ യൂസ് ചെയ്ത് ഇപ്പോൾ ഹെൽത്തുകാർ വന്നിട്ട് എല്ലാ സാമ്പിൾ എടുത്ത് പോയിട്ട് അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കിണറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു നല്ല രീതിയിലുള്ള വർക്ക് നടത്തിയിട്ട് ഇത് ഈ ഇവിടുത്തെ ജനങ്ങളാണ് എല്ലാ രോഗികളെ മാറി ഈ പരിസരത്തുള്ള. കോർപ്പറേഷൻ അശാസ്ത്രീയമായാണ് മാലിന്യ പൈപ്പുകൾ സ്ഥാപിച്ചതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു. മാലിന്യം പോകാൻ സ്ഥാപിച്ചത് വലിപ്പം കുറഞ്ഞ പൈപ്പുകളാണെന്നായിരുന്നു ആരോപണം. കപ്പാസിറ്റി കുറഞ്ഞ പൈപ്പുകളായതുകൊണ്ടാണ് മാലിന്യം ഇത്തരത്തിൽ പുറത്തേക്കൊഴുകുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഒരു പ്രദേശമാകെ അനുഭവിക്കുന്ന ദുരിതത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, കണ്ണൂർ.